നമ്മളെ കീഴടക്കാൻ വരുന്ന, നമ്മളെ ഭരിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ അവകാശങ്ങൾക്കും നേരെ കടന്നുകയറ്റം നടത്തിയ കാലഘട്ടത്തിൽ അതിനെതിരെ പ്രതിരോധം നിന്ന്, ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിരോധം തീർത്ത് അതിനെതിരെ സമരം ചെയ്ത് ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ പേരാണ് കോൺഗ്രസ്. രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് കോൺഗ്രസിന് ശക്തി പകരണമെന്ന നിലപാടോടെ മലപ്പുറം ഹാജിയാർ പള്ളിയിൽ CPM ഉൾപ്പെടെ വിവിധ പാർട്ടികളിൽ രാജിവെച്ച് 17 പേർ കോൺഗ്രസിൽ ചേർന്നു. മലപ്പുറത്തെ രുചിഭേദങ്ങളുടെ കൊട്ടാരം ഇപ്പോൾ പുതുമകളോടെ വീണ്ടും. കുസ പാലസ്, റെസ്റ്റോ കഫേ, ജൂബിലി റോഡ്, മലപ്പുറം. CPM ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് 17 പേർ കോൺഗ്രസിൽ ചേർന്നു. മലപ്പുറം ഹാജിയാർ പള്ളി സ്വദേശികളായ ഇവർക്ക് VS ജോയ് MLA അംഗത്വം നൽകി. മലപ്പുറം DCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി AP അനിൽകുമാർ പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു. ഹാജിയാർ പള്ളിയിലെ ബാലസുബ്രഹ്മണ്യം, ഫവാദ് പണ്ടാരക്കൽ, ഷാജഹാൻ അബ്ബാസ്, ജുനാർ KK, സജീവ് പട്ടേൽ, K ഷരീഫ് CP, പ്രകാശൻ പാണക്കാട്, മനോജ് പാണക്കാട്, ഹാരിസ് അവുലൻ തുടങ്ങിയവരാണ് ഇന്ന് മലപ്പുറത്ത് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. ഇന്ത്യയുടെ നിലനിൽപ്പിന് കോൺഗ്രസിനെ കഴിയൂ എന്നും അത് ശക്തി പകരേണ്ടത് ഓരോ മതേതരവാദിയുടെയും കടമയാണെന്നും ഇന്ന് അംഗത്വം സ്വീകരിച്ച ഷാജഹാൻ T അബ്ബാസ് പറഞ്ഞു. 60 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചപ്പോഴും, കോൺഗ്രസ് ഇന്ത്യ രാജ്യം ഭരിച്ചപ്പോഴും ഇന്ത്യയുടെ സ്വത്വം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളുടെ സ്വത്വം, അതുപോലെ തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം നശിച്ചിട്ടുള്ള, അതെല്ലാം നമുക്ക് അന്യം നിന്ന് പോയിട്ട് ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഓരോരോ ഇന്ത്യക്കാരൻ്റെയും, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഓരോരോ ഇന്ത്യക്കാരൻ്റെയും ആവശ്യമായി മാറിയിട്ടുണ്ട്. ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുകയും ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കോൺഗ്രസിന്റെ പ്രസക്തി ഓരോരോ ദിവസം അത് നഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മൾ അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. അതായത് ഈ BJPയുമായി അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിന് മാത്രം പ്രസക്തിയുള്ള ഈ കാലഘട്ടത്തിൽ അതിനോട് പ്രതിരോധം നിൽക്കുക എന്നുള്ളത് വലിയൊരു സാമൂഹ്യ പ്രവർത്തനമാണ് എന്നാണ് അല്ലെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ കോൺഗ്രസിന് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്തായിരുന്നു? അതായത് നമ്മളെ കീഴടക്കാൻ വരുന്ന, നമ്മളെ ഭരിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ അവകാശങ്ങൾക്കും നേരെ കടന്നുകയറ്റം നടത്തിയ കാലഘട്ടത്തിൽ അതിനെതിരെ പ്രതിരോധം നിന്ന്, ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിരോധം തീർത്ത് അതിനെതിരെ സമരം ചെയ്ത് ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ പേരാണ് കോൺഗ്രസ്. ആ ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണോ കോൺഗ്രസ് ഈ രാജ്യം ഉണ്ടാക്കിയപ്പോൾ ആഗ്രഹിച്ചത്, എന്താണോ വിഭാവനം ചെയ്തത്, എങ്ങനത്തെ ഒരു രാഷ്ട്രമാണോ നമുക്ക് വേണ്ടത്, അതിൽ നിന്നും നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിലേക്ക്, കൊളോണിയൽ കാലഘട്ടത്തിലേക്ക്, അടിമത്വ മനോഭാവത്തിലേക്ക് മനുഷ്യന്റെ, ഇന്ത്യക്കാരന്റെ ചിന്തകളെയും അവന്റെ പ്രവർത്തികളെയും മാറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സെലിബ്രിറ്റികൾ അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ഭരണകൂടത്തോട് വിധേയപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 2014 മുമ്പ് ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. ആ ഇന്ത്യയിൽ സെലിബ്രിറ്റികളായാലും ബുദ്ധിജീവികളായാലും സമൂഹത്തിലെ വലിയ വലിയ സ്ഥാനങ്ങളിലുള്ള ആളുകളായാലും ഭരണകൂടത്തിന്റെ തെറ്റുകളെ കൃത്യമായ രീതിയിൽ വിമർശിച്ചൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും ഇവർക്ക് വിമർശിക്കാനില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക, ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആക്രമിക്കപ്പെടും, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടും, നിങ്ങൾക്ക് ഒരുപാട് പല നഷ്ടങ്ങളും വരും എന്നുള്ള രീതിയിലേക്കാണ് വർത്തമാനകാല ഇന്ത്യൻ ജനാധിപത്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇതിനെതിരെ പ്രതിരോധം തീർക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോൺഗ്രസ് ആവുക എന്നുള്ളതാണ് നമ്മുടെ അതിന്റെ ഏറ്റവും ആദ്യത്തെ പടി, അല്ലെ? നമ്മൾ കോൺഗ്രസ് ആവുക. നമ്മൾ കോൺഗ്രസ് ആയിട്ട് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോഴാണ് അതിനൊരു പ്രസക്തി ഉള്ളൂ. അല്ല, നമ്മൾ പുറത്തു നിന്നിട്ട് ഇങ്ങനെ കോൺഗ്രസ് ഇങ്ങനെ ആവണം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കോൺഗ്രസിനെ ഉപദേശിക്കുന്ന കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അല്ലേ? കുറേ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് അങ്ങനെ ആവണം, കോൺഗ്രസ് ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ഉപദേശിക്കുക എന്നല്ലാതെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത്? ഷാജഹാൻ അബ്ബാസ് എന്ന ഞാനും, ജുനാർ KK എന്ന ഇവനും, സജീവ് പട്ടേൽ എന്ന ഇവനും കോൺഗ്രസ് ആവുന്നതോട് കൂടിയാണ് കോൺഗ്രസ് ശക്തിപ്പെടുന്നത്. ഇങ്ങനെ ഒരുപാട് മനുഷ്യർ പാർട്ടിയിലേക്ക് വരുമ്പോഴാണ് കോൺഗ്രസ് ശക്തിപ്പെടുന്നത്. ഇങ്ങനെയാണ് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത്. അപ്പൊ ഇനിയുള്ള കോൺഗ്രസിന്റെ എല്ലാ നിലപാടുകൾക്കും വിമർശിക്കേണ്ടത് ഞങ്ങൾ വിമർശിക്കും എന്ന് കരുതി നമ്മൾ എല്ലാത്തിനെയും ന്യായീകരിക്കുന്ന നിലപാട് നമ്മൾ സ്വീകരിക്കാൻ പറ്റില്ല. നമുക്ക് എന്താ വേണ്ടത്? തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം, അതിന്റെ ശരികളെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു അവസരം ഇപ്പൊ നമുക്ക് കൈവന്നിരിക്കുകയാണ്.